നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിനു സമീപം മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിനു സമീപം മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തന ഫണ്ട് ശേഖരണം അഞ്ചലിൽ സംഘടിപ്പിച്ചു. പരിപാടി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ കൈപ്പള്ളിമുക്ക് ഏലായിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ റബ്ബർ മരങ്ങളുടെ പട്ടയും ഇലയും തിന്നു തുടങ്ങി. പൊറുതിമുട്ടി കർഷകർ. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി KSRTC. സ്റ്റേ സർവീസ് വിടാൻ KSRTC തയ്യാറാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് സർവീസ് നടത്തിച്ചു. വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിൽ നിന്നും ഒഴിവാക്കാൻ വാരിക്കുഴി നിർമ്മിച്ച് തൊഴിലുറപ്പുകാർ രംഗത്ത്. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന് സമീപം മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശത്തായിട്ടാണ് മൃതദേഹം കാണപ്പെട്ടത്. കൊട്ടാരക്കര പവിത്രേശ്വരം കൈതക്കോട് പൊയ്കയിൽ വീട്ടിൽ 42 വയസ്സുള്ള ഭാസ്കരൻ പിള്ളയുടെ മൃതദേഹമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. തലയിലും ചെവിക്ക് പിറകശത്തുമായി ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഭാസ്കരൻ പിള്ള രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയപ്പോൾ നടത്തിയ കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ, DYSP അനിൽ, CI ഷൈൻ തോമസ്, SI ബെന്നിലാൽ തുടങ്ങി നിരവധി പോലീസുകാർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഞ്ചൽ കൈപ്പള്ളിമുക്ക് ഏലായിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കൈപ്പള്ളിമുക്ക് ഏലായിലെ 10 പറക്കണ്ടത്തിലെ വിളവെടുക്കാൻ കൊയ്ത്തുകാരെ കിട്ടാതെ മഴയത്ത് നശിച്ചു തുടങ്ങിയത്. മേശന്മാരും മൈക്കാടി പണിക്കാരും ചേർന്നാണ് കൊയ്ത്തുത്സവം നടത്തിയത്. 10 പറ കണ്ടത്തോളം ഇവിടെ നമ്മൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിപ്പം നെല്ല് വിളഞ്ഞ് അതിൻ്റെ പരുവം എത്തിയിട്ട് പോലും അത് കൊയ്യാനോ ചവിട്ടാനോ ആളിനെ കിട്ടാത്ത ഒരു സാഹചര്യം വന്നെത്തിയപ്പം
ഞാൻ എൻ്റെ ജോലിക്കാർ എന്ന് പറയുമ്പം എനിക്കുള്ള ജോലി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അതായത് മേശിരി എന്നോ മൈക്കാടെന്നോ ഒരു തരംതിരിവില്ലാതെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഇന്നത്തെ ദിവസം എല്ലാ സൈഡിലും പണി നിർത്തി വെച്ചിട്ട് ഇത് കൊയ്യാനും ചവിട്ടാനുമായിട്ട് എല്ലാവരും വന്ന് അവർ ഒത്തുചേർന്നുകൊണ്ട് ഇന്നെല്ലാം ചെയ്യുകയാണ്. പിന്നെ കൃഷി ഓഫീസിൽ നിന്നോ അവരുടെ ഭാഗത്തു നിന്നോ ഇതിൻ്റെ യന്ത്രങ്ങളോ കൊയ്ത്ത് യന്ത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ നശിച്ചു പോകുന്നതുകൊണ്ട് അതങ്ങനെ നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രം എത്രയും പെട്ടെന്ന് അത് കൊയ്യാനും ചവിട്ടാനും വേണ്ടിയിട്ട് മാത്രം നമ്മളിങ്ങനൊരു സാഹചര്യം ഒരുക്കി അതുണ്ടാക്കി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈപ്പള്ളിമുക്ക് സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളി ഗിരീഷാണ് 10 പറക്കണ്ടം കൈപ്പള്ളിയിൽ പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്തത്. എന്നാൽ കൊയ്യാൻ പാകമായിട്ടും കൊയ്ത്തുകാരെ കിട്ടാതായതോടെ ഗിരീഷ് വെട്ടിലാവുകയായിരുന്നു. പിന്നീട് മഴയത്ത് കതിരുകൾ നശിക്കാൻ തുടങ്ങിയതോടെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ സ്വന്തം പണി മാറ്റിവെച്ച് കൊയ്യാനിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിക്കുന്നത് മൂലം കർഷകർ ദുരിതത്തിൽ. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിന്നും വിട്ടൊഴിയാതെ കൃഷിനാശം നടത്തുന്നതിനെതിരെ സംഘടിച്ച പ്രദേശവാസികൾ പഞ്ചായത്തിൽ എത്തി ബഹളമുണ്ടാക്കി. മരുതിമൂട് സഞ്ജീവനി ഔഷധത്തോട്ടത്തിനുള്ളിലെ ചതുപ്പിൽ നിലയുറപ്പിച്ച കാട്ടാനകളാണ് രാത്രിയോടെ സമീപത്തുള്ള കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തി വ്യാപകമായ വിവിധയിനം കൃഷികൾ നശിപ്പിക്കുകയും റബ്ബർ മരം ഒടിച്ച് 11 kV ലൈനിന് തകരാറുണ്ടാക്കുകയും ചെയ്തിരുന്നത്. ഏതെങ്കിലും ഒരു കാര്യം പറയുന്നെങ്കിൽ സന്തോഷമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ. ഒരു ദിവസം പോലും ഈ വാർഡ് നമ്പർ വന്ന് എന്റെ വീടിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല. 5 വർഷം നിന്ന് ഇനി അടുത്ത നിൽക്കുന്നില്ല. മെമ്പറിന്റെ ഉത്തരവാദിത്തമാണ്. അവരുടെ വാർഡിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇവന്റെ കൊങ്ങായിക്ക് പിടിച്ചു കശുമാവ്, മാവ്, പ്ലാവ്, റബ്ബർ എന്നീ മരങ്ങളുടെ പട്ടയും ഇലയും തീറ്റയാക്കിയ കാട്ടാനകൾ ഇത്തരം മരങ്ങളും ശിഖരങ്ങളും ഒടിച്ചു തുടങ്ങി. ഇതോടെ വ്യാപകമായി കൃഷി ചെയ്തിട്ടുള്ള റബ്ബർ മരങ്ങളുള്ള കർഷകർ ഏറെ ഭീതിയിലാണ്. ഒരു പരിധിക്കപ്പുറം റബ്ബർ പാൽ ആമാശയത്തിലെത്തിയാൽ ദഹനപ്രക്രിയ തകരാറിലായി മൃഗങ്ങൾ ചത്തുപോകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ പ്രതിക്കൂട്ടിലാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. തെങ്ങുകൾ മറിച്ചിട്ട് ഓലയും കൂമ്പും അകത്താക്കി വന്നിരുന്ന ആനകൾ മറ്റ് കൃഷികളും നശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെതിരെ കർഷകർ സംഘടിച്ച് പഞ്ചായത്തിലെത്തി ബഹളമുണ്ടാക്കി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. അർച്ചന ഫാമിലി AC ആൻഡ് നോൺ AC റെസ്റ്റോറന്റ്, അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC, നോൺ AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non AC Restaurant, Anjal. Contact 0475 227 332 9947 03 5040. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്.
ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തന ഫണ്ട് ശേഖരണം അഞ്ചലിൽ സംഘടിപ്പിച്ചു. പരിപാടി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് ശേഖരണം അഞ്ചലിൽ KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികളും വാർഡു കമ്മിറ്റികളും പിരിച്ചെടുത്ത ഫണ്ട് ശേഖരണം DCC പ്രസിഡന്റ് D സത്യശീലൻ ഏറ്റുവാങ്ങി. അതിശക്തമായ വികസന അടിത്തറയിൽ നിന്നും കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രയത്നപരമായ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളുടെ പിന്തുണയോടെ ജനകീയ അടിത്തറയോടെ നിർവഹിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 4.25 വർഷമായി UDF-ന്റെ ഭരണം കേരളത്തിൽ നിലനിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. വരുന്ന ഒരാഴ്ചക്കകം വാർഡുകളുടെ സംവരണങ്ങൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തീയതിയെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം പൂർണ്ണമായി ആക്കിക്കൊണ്ട് 5 വർഷം പൂർത്തിയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. 4-5 തൂമ്പയും 5-6 കുന്താലിയും 2 കൊട്ടയും 2 വട്ടിയായിട്ട് വന്നാൽ ചിരി ഒന്ന് പുല്ല് ചെത്തി റോഡ് സൈഡിലെ പുല്ല് ചെത്തി വാരി പുഷ്കരൻ ചേട്ടനോട് കുശലവും പറഞ്ഞ് സീരിയലിലെ കഥകൾ തലേന്ന് ബാക്കി പറയാനുള്ളത് കൂട്ടുകാരിയൊക്കെ പറഞ്ഞു കൊടുത്ത് 12:30 ഒന്ന് കയറി നിന്ന് 3:30 വീണ്ടും ഇറങ്ങി നിന്ന് വീണ്ടും ഇച്ചിരി പുല്ല് ചെത്തി ഇത്തിരി വാരി ഇത്തിരി കോരി ഇത്തിരി ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ശമ്പളം 229 രൂപ. ഇന്ത്യയുടെ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെങ്കിൽ അവിടെ മാത്രമല്ല, ഇന്ത്യയുടെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നെഹ്റു തുടങ്ങിവെച്ച് ശാസ്ത്ര രംഗത്ത് സാങ്കേതിക രംഗത്ത് ഇന്ന് മുന്നോട്ടുള്ള ഭരണാധികാരികൾ രക്തസാക്ഷി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അധികാരത്തിലുള്ളപ്പോൾ അത് തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോയ ശാസ്ത്രത്തിന്റെയും സാങ്കേതികത്വത്തിന്റെയും പുരോഗതിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. കോൺഗ്രസ് നേതാക്കളായ ചാമക്കാല ജ്യോതികുമാർ, MM നസീർ, ഏരൂർ സുഭാഷ്, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, പുനലൂർ മധു, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, ചാമക്കാല പ്രഭാകരൻ പിള്ള, A സക്കീർ ഹുസൈൻ, അഞ്ചൽ നജീം, തോയ്ത്തല മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി KSRTC. സ്റ്റേ സർവീസ് വിടാൻ KSRTC തയ്യാറാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് സർവീസ് പുനരാരംഭിച്ചു. ലാസ്റ്റ് സർവീസ് വിടാൻ KSRTC തയ്യാറാകാത്തതിനെ തുടർന്ന് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കുളത്തൂപ്പുഴ ഡിപ്പോയിൽ ബഹളമുണ്ടാക്കി. തുടർന്ന് രാത്രി 8:45-ന് സർവീസ് തുടങ്ങേണ്ടിയിരുന്ന എലിക്കോട് ബസ് രാത്രി വൈകി 10 മണിയോടെ കുളത്തൂപ്പുഴയിൽ നിന്നും സർവീസ് നടത്തി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. എല്ലാ ദിവസവും മുടങ്ങാതെ അഞ്ചൽ ഭാഗത്തേക്ക് ലാസ്റ്റ് സർവീസ് നടത്തി വന്നിരുന്ന എലിക്കോട് ബസ്സിൽ നിരവധി യാത്രക്കാരാണ് പതിവായി ആശ്രയിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ മുന്നറിയിപ്പ് ഒന്നും ഇല്ലാതെ യാത്രക്കാരെ പെരുവഴിയിലാക്കുന്ന തീരുമാനമെടുക്കാൻ കുളത്തൂപ്പുഴ ഡിപ്പോയിലെ അധികൃതരെ പ്രേരിപ്പിച്ചത് ബസ് ഓടിക്കാനുള്ള ഡ്രൈവർ ഫോണിലൂടെ പെട്ടെന്ന് അവധിയെടുത്ത കാരണത്താലായിരുന്നു. ഒരു വണ്ടി ഡ്രൈവർ ഇല്ലെങ്കിൽ അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ ലോങ് ട്രിപ്പ് യാത്ര പോകുന്നത് എങ്ങനെയാ? ഈ പുല്ലൂരൊക്കെ പോകുന്ന ആൾക്കാർ എങ്ങനെയാ പോകുന്നത്? എങ്ങനെ ഇവിടുന്ന് പോവുക? ഈ കുളത്തുപോയി ഈ 10-31 കിലോമീറ്റർ ഈ കുളത്തുപോയി പുല്ലൂരോട്ട് പോകുന്ന യാത്രക്കാർക്ക് എങ്ങനെ പോവുക? ഈ ഡ്രൈവറിലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് ആനയുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അവരെ ആ ഡ്രൈവർമാർ അപ്പൊ നിങ്ങൾ വേറെ ഡ്രൈവറിനെ വിടണ്ടേ? അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഇത്? അയാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ഡ്രൈവറിനെ വിട്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. യാത്ര വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ തന്നെ അടുത്ത വണ്ടി വിടാനുള്ള ആണ്. അത് ഈ പാതിരാത്രിക്ക് ഉച്ചയ്ക്ക് 2:30-3:00 ആണെങ്കിൽ തന്നെ
അത് വിഷയമില്ല. അപ്പോൾ വേറെ അടുത്ത ഒരു വണ്ടിയിൽ പോകുന്ന സമാധാനിക്കുക ഈ യാത്രക്കാർക്ക്. ഇപ്പോൾ ഇത്രയും യാത്രക്കാർ അവിടെ നിൽക്കുന്നത് നിങ്ങൾ യാത്രക്കാരുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട. നമ്മൾ ഓരോ വണ്ടി സ്ഥലം യാത്ര പോകുന്നത് ഓരോ ഒറ്റ ഉറപ്പിലേക്ക് പോകുന്നത്. അത് ലാസ്റ്റ് ബസ് നിങ്ങൾ ഉത്തരവാദിത്തം കറക്റ്റ് പാലിക്കേണ്ടതാണ്. സാറെന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം. അല്ലാതെ ഈ 8:45 ബസ് പോകുന്നതിന് 8:30 അവിടെ നിന്ന് വിളിച്ച് പറയുക ഇന്നണക്ക് സാറേ ഇന്നണക്ക് ആന ഇറങ്ങി എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഡ്രൈവർ അറേഞ്ച് ചെയ്യും. എന്താ ഈ ഡിപ്പോയിൽ ഡ്രൈവർമാരില്ലേ വേറെ? അവിടെ പിന്നെ ഒരാളിനെ കിട്ടാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറഞ്ഞത് ഈ സമയത്ത്. അവിടെ വേറെ ഡ്രൈവർമാരെ കിട്ടാൻ സാധ്യത സാറേ ഈ ഡിപ്പോയിൽ ഡ്രൈവർമാരില്ലേ വേറെ? ഇല്ല നിങ്ങളുടെ സ്വന്തം ഈ യാത്രക്കാരെ പ്രൈവറ്റ് വണ്ടിയിൽ അവരുടെ റിസ്കിൽ സ്വന്തം റിസ്കിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഈ സ്റ്റേഷനായിട്ട് കമ്മിറ്റ് ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് സാറേ അല്ലെങ്കിൽ SI വിളി സ്റ്റേഷനിൽ എന്നിട്ട് അവർക്ക് പറ സാറേ എന്നോട് പ്രൈവറ്റ് വണ്ടിയിൽ കയറ്റി വിടും. ആ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ട് അവരെ ഇന്ന സ്ഥലത്ത് എത്തിക്കാൻ പറ. അതിന് ചിലവ് നിങ്ങൾ തന്നെ വഹിക്കും. അതെന്താ അത് പറ്റുമോ? അല്ല പിന്നെ ഞങ്ങൾ ഈ കരാനികുതി കൊടുക്കുന്നത് എന്തിനാ കൊടുക്കുന്നത് സർക്കാരിന്? ഡ്രൈവറുടെ വീടിനു സമീപത്ത് കാട്ടാന ഇറങ്ങി എന്ന കാരണം പറഞ്ഞായിരുന്നു ഡ്രൈവർ മിന്നൽ അവധിയെടുത്തത്. ഇതോടെ പതിവ് യാത്രക്കാർ സമയം കഴിഞ്ഞിട്ടും ബസ് വരാത്തതിനെ തുടർന്ന് സ്വകാര്യ വാഹനങ്ങളിൽ ലക്ഷ്യസ്ഥലത്തേക്ക് പോയി. ഒരു വിഭാഗം യാത്രക്കാർ കാരണമന്വേഷിച്ച് നാട്ടുകാരുമായി ഡിപ്പോയിലെത്തി ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഡിപ്പോ അധികൃതർ ഡ്രൈവറെ അടിയന്തരമായി വിളിച്ചു വരുത്തി 10 മണിയോടെ സർവീസ് ആരംഭിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിൽ നിന്നും ഒഴിവാക്കാൻ വാരിക്കുഴി നിർമ്മിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്ത്. കാടുവിട്ട് ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ എത്തുന്നത് പതിവായതിനെ തുടർന്ന് കാട്ടാനയെ വനത്തിനുള്ളിൽ തളയ്ക്കുന്നതിനായി പുറം കാടുകൾക്ക് ചുറ്റും വാരിക്കുഴി നിർമ്മിച്ചുകൊണ്ട് വനം വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇതിനായി കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് പദ്ധതി നടപ്പാക്കുകയാണ് വനംവകുപ്പ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒന്നിലേറെ തൊഴിലുറപ്പ് സംഘങ്ങൾ കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള വിവിധ വനമേഖലകളിലായി ചുറ്റും വാരിക്കുഴി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി രംഗത്ത്. വന്യജീവി ശല്യത്തിൽ നിന്നും രക്ഷ നേടാനായി ആദ്യമായാണ് കുളത്തൂപ്പുഴയിൽ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് വനമേഖലകളിൽ സൗരോർജ്ജ വേലികളും നിർമ്മിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന് സമീപം മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തന ഫണ്ട് ശേഖരണം അഞ്ചലിൽ സംഘടിപ്പിച്ചു. പരിപാടി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ കൈപ്പള്ളിമുക്ക് ഏലായിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ റബ്ബർ മരങ്ങളുടെ പട്ടയും ഇലയും തിന്നു തുടങ്ങി. പൊറുതിമുട്ടി കർഷകർ. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി KSRTC. സ്റ്റേ സർവീസ് വിടാൻ KSRTC തയ്യാറാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് സർവീസ് നടത്തിച്ചു. വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിൽ നിന്നും ഒഴിവാക്കാൻ വാരിക്കുഴി നിർമ്മിച്ച് തൊഴിലുറപ്പുകാർ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.